ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിക്ക് പോയ വീട്ടിൽ നിന്ന് കുറച്ച് ആപ്പിളിൻ്റെ തൈ ഒരു 2 ആപ്പിൾ തൈ മേടിച്ചായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് പിടിച്ച് വന്നപ്പോൾ അതൊന്ന് വെട്ടിക്കളഞ്ഞായിരുന്നു. അതിനകത്തുനിന്ന് നമുക്ക് 2-3-4 കമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കമ്പ് നമ്മൾ കൊണ്ടുവന്ന് കുത്തി വെച്ചാൽ പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അന്ന് നമ്മൾ കൊണ്ടുവന്ന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് സെറ്റപ്പായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം, എങ്ങനെ കുത്തി വെച്ചാൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വാ കണ്ടാലോ. ഇതാണ് നമ്മുടെ ആപ്പിൾ തൈ പിടിച്ചേക്കുന്നത്. ഇത് കണ്ടോ, നമ്മളൊരു 5 കമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 5 കമ്പ് കൊണ്ടുവന്നേക്കുന്നതിൽ 1 2 2 കിളിച്ചു. ബാക്കി അത് മുള വന്നായിരുന്നു. അതിൻ്റെ അടി പിടിച്ച് കാണത്തില്ലായിരിക്കും, അത് കരിഞ്ഞു പോയി. ഇതും പിടിച്ചിട്ടൊന്നുമില്ല, ഇതും കരിഞ്ഞു പോയി. നമുക്കത് നോക്കാവേ. ഇത് കണ്ടോ, ഇതിനൊരു തൈക്ക് കണ്ട് 850 രൂപ എങ്ങാണ്ടാണ്. നമുക്ക് അത്രയും പൈസ കൊടുക്കാതെ നമുക്ക് കിട്ടിയതാ കമ്പ് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇതിൻ്റെ കമ്പ് കൊണ്ടൊന്ന് കുഴിച്ച് വെച്ചാൽ മുളയ്ക്കുമോ ഇല്ലയോ, പേര് വരുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭയങ്കര സംശയമായിരുന്നു. നമ്മളിത് ലൈവായിട്ട് കാണിച്ചു തരാവേ. നമ്മളിതുപോലത്തെ ഒരു കവർ എടുത്തു. ഇതുപോലത്തെ ഒരു കവർ, ചെറിയൊരു കവർ. അതിനകത്തുനിന്ന് നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നു. മണ്ണ് നിറച്ചു. അതിനകത്ത് നമ്മൾ ഇതുണ്ട്, ചകിരി നമ്മളിതുപോലെ ചെറുതായിട്ട് വെട്ടി ചെറുതാക്കിയിട്ട് അതും മണ്ണൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തിട്ടിരുന്നത്. അതിൻ്റെ മണ്ടയ്ക്കൂടെ ഞാൻ കുറച്ച് ചാണകം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത് കുത്തി വെച്ചത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കമ്പാണ് നമ്മൾ വെട്ടിയെടുത്ത് അവിടുന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തത് എന്നാന്ന് വെച്ചാൽ ചിരട്ട നല്ലപോലെ കരിച്ച് പൊടിയാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ചു. ചിരട്ടക്കരി തേച്ചാൽ പെട്ടെന്ന് വേര് പിടിക്കുന്നതാണ്. വേര് പിടിക്കാനെ കൊണ്ട് നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ സെറ്റായിട്ട് ഇതിനകത്തോട്ട് അങ്ങ് തേച്ച് പെട്ടെന്ന് വേര് വിളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചിരട്ടക്കരി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കുത്തി വെച്ചത്. ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ കുത്തി നല്ല സെറ്റായിട്ട് ഉറപ്പിച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, തൊലി പോകാത്ത രീതിയിൽ. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളായിരുന്നു. നമുക്കൊരു 10 ദിവസം എടുത്തില്ല. അതിനപ്പുറം തന്നെ നമുക്ക് ചെറിയൊരു മുളയൊക്കെ ഇല വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്തേക്ക്. ഇതൊക്കെ ഉണങ്ങിപ്പോയി. ഇതുണ്ടോ, ഇതിന് വേര് വന്നിട്ടില്ല. ഇത് ഇത്ര ബലമുള്ള കമ്പല്ലായിരുന്നത്. ഇതിനും വേര് വന്നിട്ടില്ല. ഇത് ആപ്പിളിൻ്റെ കമ്പ് തന്നെ. അപ്പം അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളായിരുന്നു. അതിനകത്തു നിന്നാണ് നമുക്ക് ഈ 2 മാത്രമാണ് കിട്ടിയിട്ടുള്ളായിരുന്നത്. 5 കമ്പ് കൊണ്ടുവന്ന് കുത്തിയ 5 കമ്പിനകത്തുനിന്ന് 2 കിട്ടി. അതാണ് നമുക്ക് അതൊന്ന് ലൈവായിട്ട് പറിച്ച് നോക്കാം. അതിൻ്റെ വേരെങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ചുവടെങ്ങനെയാണ് പിടിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ലൈവായിട്ട് കണ്ടറിയാം. നമുക്കൊന്ന് പറിച്ച് നോക്കിയാലോ. ഇപ്പോൾ സൂപ്പറായിട്ട് പിടിച്ചായിരുന്നു. ഇതിൻ്റെ ചുവടുവശം നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇത് നല്ലപോലെ പിടിച്ചു വരുന്നായിരുന്നു. ഇത് പിടിച്ചതാണ്. ഇതുണ്ടോ. അപ്പോൾ എല്ലാവരുടെയും സംശയം അറിയല്ലോ, നമ്മൾ ഇതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് നമ്മൾ നല്ല രീതിക്ക് ഈ ചട്ടക്കരിയൊക്കെ അരച്ച് നമ്മൾ കുത്തി വെച്ചാലും ഇത് കിളിക്കും. എന്താണല്ലോ, നമുക്ക് 750 രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുന്നതിന് പകരം നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് ആ 2 ആപ്പിൾ തൈ കിട്ടിയിട്ടുണ്ട്, 2. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഒത്തിരി ഒന്നുമില്ല, നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് 2 ആപ്പിൾ തൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ചെയ്തു നോക്കുക, പിടിക്കും എന്താണല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.